സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൂഫിക്ക് ചിലവരെയൊക്കെ കൊല്ലേണ്ടി വരും. നമുക്കറിയാം നമ്മുടെ ലൂഫി തൻ്റെ ഓപ്പണൻസിനെ ഒന്നും അങ്ങനെ കൊല്ലാറില്ല. പക്ഷേങ്കിൽ ഇനി വരുന്ന ഓപ്പണൻസിനെ നമ്മുടെ ലൂഫിക്ക് കൊല്ലേണ്ടി തന്നെ വരും. ഇതിന് പ്രത്യേക ഒരു കാരണമുണ്ട്. അപ്പോൾ അതിനുള്ള കാരണവും അതുപോലെ തന്നെ ലൂഫി ഇനി ആരൊക്കെ ആയിരിക്കും കൊല്ലാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ ലൂഫി തൻ്റെ ഓപ്പണൻസിനെ ഒന്നും അങ്ങനെ കൊല്ലാറില്ല. അത് ആരായിക്കോട്ടെ, എനിക്ക് തോന്നുന്നത് ആകെ നമ്മുടെ ലൂഫി കൊന്നിട്ടുള്ളത് ഇതുവരെ നമ്മുടെ കായിഡോനെ എങ്ങനെയാണ്. അതും കായിഡോ ഇതുവരെ ഡെഡായിട്ടുണ്ടെന്നൊന്നും കൺഫേമും ആയിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ ലൂഫിക്ക് ഇനി താൻ ഫേസ് ചെയ്യാൻ പോകുന്ന എല്ലാ ഓപ്പണൻസിനെയും ഡിഫീറ്റ് ചെയ്യുക, അല്ലാതെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം പോരാ, കൊല്ലേണ്ടി വരുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ലൂഫിക്ക് നമ്മുടെ ഇനി വരുന്ന ഓപ്പണൻസിനെ കൊല്ലാനുള്ള കാരണം ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇനി നമ്മുടെ ലൂഫി ഫേസ് ചെയ്യാൻ പോകുന്ന ഓപ്പണൻസ് ഒന്ന് നമ്മുടെ 5 എൽഡേഴ്സും പിന്നെ നമ്മുടെ ഹോളി നൈറ്റ്സും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹോളി നൈറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഗോറോസൈസും ഇമ്മോർട്ടലാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മളെ ലൂഫി എല്ലായ്പ്പോഴും വിടുന്നത് പോലെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം വെറുതെ വിട്ടാൽ അവർ വീണ്ടും തിരിച്ചു വരും. അതുമാത്രമല്ല, മറ്റുള്ള ഓപ്പണൻസിനെ പോലെ വെറുതെ ഇരിക്കാനും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവർ വെറും പ്യുവർ ഈവിളായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഇതുവരെ കാണിച്ചിട്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമ്മേഴ്സിൻ്റെയൊക്കെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ കൊല്ലാതെ വിട്ടാൽ ശരിയാവില്ല. ഇത് മാത്രമല്ല, ഇവരെല്ലാവരെയും കൊല്ലേണ്ടി വരുന്നത് ഞാൻ പറയാം. കാരണം നമുക്കറിയാം, നമ്മൾ ലോക്കി നമ്മുടെ ഹെറൾഡിനെ കൊന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇമോസാമിക്ക് അതിൻ്റെ ബ്ലാക്ക് ലാഷ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇമോസാമയുടെ ഈ 13 കമ്പാനിയൻസിനെയും കൂടെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഇമോസാമിനെ പൂർണ്ണമായിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ. അതിന് തീർച്ചയായിട്ടും മറ്റുള്ളവരെയൊക്കെ കൊല്ലേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലൂഫിക്ക് മറ്റുള്ള ഹോളി നൈറ്റ്സിനെയും അതുപോലെ തന്നെ മറ്റുള്ള ഗോറോസൈസിനെയും ഡിഫീറ്റ് ചെയ്യേണ്ടി വരും. ഇതെല്ലാവരെയും കൊല്ലാൻ പോകുന്നത് നമ്മുടെ ലൂഫിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ സോറോ, സാഞ്ചി അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ ഇവരെ എല്ലാവരെയും ഡിഫീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയാൽ മാത്രമായിരിക്കും നമ്മുടെ ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ശരീരത്തിലുള്ള ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ആവുകയോ എന്തെങ്കിലും നമ്മുടെ ഷാങ്സിൻ്റെ കയ്യിൽ നിന്ന് മുറിച്ച് കളയുന്നില്ല, അതുപോലത്തെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ നമ്മുടെ ഇമോസാമിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഉറോച്ചിമാറുവിൻ്റെ കേസ് മാർക്ക് വർക്ക് ചെയ്യുന്നത്. ആ കേസ് മാർക്ക് എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അതുവരെ നമ്മുടെ ഉറോച്ചിമാറുവിന് വീണ്ടും തൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരു പക്ഷേ ഇതേ കാര്യം തന്നെയായിരിക്കും നമ്മുടെ ഇമോസാമയിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ഇമോസാമയുടെ കോൺട്രാക്റ്റ് ഇമോസാമയുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണെന്ന്. അതുമാത്രമല്ല, ആ കോൺട്രാക്റ്റ് വെച്ചിട്ട് ആരുടെ ബോഡി വേണമെങ്കിലും ഇമോസാമക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിക്കും കൂട്ടർക്കും നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ ഗോറോസേനെയും അതുപോലെ തന്നെ നമ്മുടെ ഹോളി നൈറ്റ്സിനെയും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയേ പറ്റൂ. ചിലപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടായിരിക്കുക. കാരണം നമ്മുടെ ഗംഗുവിനെ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. കാരണം നമ്മുടെ ഗംഗു അതുപോലെ തന്നെ നമ്മുടെ ബ്രൂക്കും തമ്മിൽ എന്തൊക്കെ കണക്ഷൻ ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗുവിനെ ഇനിയിപ്പോൾ കൊണ്ടുവന്ന് കൊല്ലുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും രീതി നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഓടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഹോളി നൈറ്റ്സിൽ ഒരുപാട് പേര് മരിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കാം. മറ്റൊരു ബൈ ബൈ.